ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളെ കണ്ടിട്ട് ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോൾ വീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ബനാന ബ്രെഡാണ്. ബനാന ബ്രെഡും ബനാന കേക്കും നല്ല വ്യത്യാസമുണ്ട്. കേക്ക് കുറച്ചുകൂടി സ്വീറ്റായിരിക്കും, കഴിക്കാനും നമുക്ക് വെറുതെ കഴിക്കാം. ബ്രെഡ് നമ്മൾ സാധാരണ ബ്രെഡ് കഴിക്കണം അത് തന്നെ, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു ബ്രെഡിൽ. അപ്പോൾ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റി, ഇപ്പോഴും ചൂട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ബനാന ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഹോൾ വീറ്റാണ്. ഇതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടില്ല, നെയ്യ് ഒഴിച്ചിട്ടില്ല, ബട്ടർ ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അല്ലാതെയാണ് ഇത്ര സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹോൾ വീറ്റ് ഹെൽത്തി വേർഷൻ ബനാന വീറ്റ് ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബനാന കേക്കല്ല, ബനാന ബ്രെഡാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡാണ്. കുറച്ച് നേരത്തെ പരീക്ഷണമായിരുന്നു ഈ ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പണിപ്പെട്ടു. കാരണം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം ഫ്യൂസായി. പിന്നെ അച്ഛനെ വിളിച്ചു, ഹരിയെ വിളിച്ചു, ഇലക്ട്രീഷ്യനെ വിളിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷമാണ് ഞാൻ ഓവനൊക്കെ പ്ലഗൊക്കെ മാറ്റി കുത്തി. എന്നിട്ടാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതും പ്രീഹീറ്റ് ആയതും. ഡ്രിപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഏകദേശം കുറച്ച് നേരമായി. അപ്പം എല്ലാം പഴുത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് മിക്സിങ് തുടങ്ങാം. ഇത് കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറ്റിയാൽ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കാം. എൻ്റെ ഗ്രാംസിലുള്ളതും കപ്പിലുള്ള മെഷർമെൻറ്റും ഞാൻ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കാം. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം എന്തൊക്കെയാണ് വേണ്ടത്, എത്ര ഗ്രാംസ് ആണോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ബനാന ബ്രെഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ബനാന വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കദളിയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ്. അപ്പോൾ നല്ലവണ്ണം പഴുത്തതുകൊണ്ട് ഏകദേശം ഒരു കദളി ആയതുകൊണ്ട് ഞാനൊരു 5 പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് ഒരു 1.25 കപ്പ്. കപ്പിൽ മെഷർമെൻറ്റ് അളവ് പറയുകയാണെങ്കിൽ. അപ്പുറത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദം എന്തായാലും കേൾക്കും. നമുക്കൊന്നും ചെയ്യാൻ വഴിയില്ലാത്തതുകൊണ്ടും നിങ്ങൾ ക്ഷമിച്ചേ പറ്റുള്ളൂ. ഗ്രാംസിൽ അളവ് പറയുകയാണെങ്കിൽ 288 ഗ്രാംസ് ആണ് നമുക്ക് പഴം വേണ്ടത്. എല്ലാം ഞാൻ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആപ്പിൾ സോസ് ആണ്. ഏകദേശം 6 ടേബിൾ സ്പൂണാണ് ആപ്പിൾ സോസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഗ്രാമിൽ അളവ് പറയുകയാണെങ്കിൽ 90 ഗ്രാംസ് വരും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ഹണിയാണ് അത് അവിടെ ഇരിക്കുന്നത്. ഏകദേശം 85 ഗ്രാംസ് ആണ് ഹണി എടുത്തിരിക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പാലാണ്. പാല് ഒരു 1/3 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പാല് ഏകദേശം മില്ലി ലിറ്ററിൽ അളവ് പറയുകയാണെങ്കിൽ 80 ml ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് വേണം. അതേമാതിരി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ശർക്കരപ്പൊടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് 50 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ജാഗറി പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഹോൾ വീറ്റ് ബനാന ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഗോതമ്പ് പൊടി വേണം. ഇത് മില്ലിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. ഇപ്പോൾ ഹോൾ വീറ്റ് ഫ്ലോറ് ഞാൻ ഏകദേശം ഒരു 220 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.25 കപ്പാണ് കേട്ടോ ഞാനിവിടെ അളന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാൻ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പിസ്ത, കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാമും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ 2-3 പ്രാവശ്യം പൾസിലിട്ടിട്ട് എടുത്തു. അത് ഏകദേശം ഒരു 2/3 കപ്പ്, അതായത് ഒരു 67 ഗ്രാം ഉണ്ട്. ഓക്കെ, നട്ട്സ് എല്ലാം കൂടെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂണാണ്, വാനില എസൻസ് 2 ടീസ്പൂൺ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ എടുത്തിട്ടുണ്ട്, പട്ടടപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്.
ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ബനാന നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. കാരണം ഓൾറെഡി വെള്ളവും എൻ്റെ പൾപ്പും ഒന്ന് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരുന്നുള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫോർക്കൊണ്ടല്ലേ ബീറ്റ് ചെയ്തത്, അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ മാഷായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ആപ്പിൾ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് ബീറ്റർ ഓൺ ചെയ്തിട്ട് ഒന്ന് മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ടയാണ്. 2 മുട്ട. ഇത് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വിസ്ക് കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതി. ഓക്കെ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല്, ബാക്കിയുള്ള എല്ലാ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേന് നന്നായിട്ട് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി പാനിൽ, തേൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരും. ഇല്ലെങ്കിൽ ഇതേപോലെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഈ സിലിക്കോൺ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വൃത്തിയായിട്ട് വരും. ഓക്കെ, നമുക്കൊരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്ക് കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഏകദേശം ഒരു അളന്നിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ജാഗറി പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ബീറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർന്ന ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. നേരത്തെ കഥയിൽ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ബ്രെഡ് പാനൊക്കെ റെഡി ആക്കിയിട്ട് വെച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി, ഉപ്പ്, പട്ടടപ്പൊടി, ബേക്കിംഗ് സോഡ, ഇത്രയും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ, ഇതുകൊണ്ട് തന്നെ വിസ്ക് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് പറക്കാതെ കിട്ടും. ഇല്ലെങ്കിൽ എന്താവോ അറിയോ, നമ്മുടെ കിച്ചൺ കൗണ്ടർ മുഴുവൻ തെറിച്ചിട്ട് പൗഡർ പിന്നെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ആയിരിക്കും. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്ലീനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവാം. ഓക്കെ, നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മുടെ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പം ഞാൻ ഇത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. 170 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 50-55 മിനിറ്റിൽ ഇത് ബേക്കായിട്ട് വരും. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനത് വയ്ക്കാൻ മറന്നുപോയൊരു കാര്യമാണ്. മേലെ ചെറുതായിട്ടൊന്ന് ഫോയിൽ കൊണ്ട് കവർ ചെയ്തോളൂ കേട്ടോ. ഏത് ഓവനാണെങ്കിലും, കൺവെക്ഷൻ ഓവനാണെങ്കിലും നമ്മുടെ സാധാരണ ഓവനാണെങ്കിലും OTG ആണെങ്കിലും ഒക്കെ ചെറുതായിട്ട് മേലെ ഒന്ന് ബ്രൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം. ഞാൻ മറന്നുപോയി. സോ നമുക്ക് ഇനി ഇത് കുറച്ച് നേരമായി ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മെല്ലെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് ഒടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ സ്ലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കേക്കല്ല, ബ്രെഡാണ്. നമുക്ക് ബട്ടർ കൂട്ടിയിട്ട് കഴിക്കാൻ പെർഫെക്റ്റാണ്. എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്. നമ്മൾ ഇതിൽ എക്സ്ട്രാ ഓയിലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ചൂട് ആവി പറക്കുന്നുണ്ട് കേട്ടോ, ചൂടാറിയിട്ടില്ല.
കണ്ടോ അതിൻ്റെ ടെക്സ്ചർ ശരിക്കും ബ്രെഡ് മാതിരി തന്നെ ഇല്ലേ കാണാൻ. ഓക്കെ, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും. നല്ല ചൂടുണ്ട് ഉള്ളിൽ, അതുകൊണ്ടാണ് എപ്പോഴും ആവി വന്നുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.